نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وذا النون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗണ്യമായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിയുന്ന പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
സൗഭാഗ്യവാന്മാർ കടന്നു ചെല്ലുന്ന ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ അയാൾക്ക് എല്ലാ തരത്തിലുമുള്ള ഒരു സംരക്ഷണവും സുരക്ഷിതത്വവും ലഭിക്കുകയാണ് എങ്കിൽ, അങ്ങനെ അയാൾക്കൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഒരാളുണ്ട് എന്നുള്ളൊരു ബോധം ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അത് അയാൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും ധൈര്യവും ചെറുതായിരിക്കില്ല. സാമ്പത്തികമായി പ്രയാസപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ നമ്മളെ സഹായിക്കുവാനായി നമ്മുടെ ആ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി നമ്മളെ സഹായിക്കാനായി മുന്നിട്ടിറങ്ങി വന്ന ഒരു മനുഷ്യൻ, അങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് തനിക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, ഒരുപക്ഷെ താൻ രോഗിയായിരിക്കുമ്പോൾ, താൻ ഒറ്റയ്ക്കായിരിക്കുമോ എന്നുള്ളൊരു പേടി ചിലപ്പോൾ നമ്മൾക്കുണ്ടായിരിക്കും. എന്നാലും ആ സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് എല്ലാവിധ സുരക്ഷിതത്വവും സമാധാനവും ധൈര്യവും പകർന്നു നൽകുന്ന ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ നമുക്ക് വല്ലാത്ത ഒരു ധൈര്യമായിരിക്കും, വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. ജീവിതത്തിൽ എപ്പോഴും എന്നെ സഹായിക്കുവാനും എന്നെ സംരക്ഷിക്കുവാനും ഒരാള് ഉണ്ട് എന്നറിയുമ്പോൾ അവൻ്റെ മനസ്സെപ്പോഴും സമാധാനപൂരിതമായിരിക്കും. ആ ഒരു ആശ്വാസവും സമാധാനവും വിശ്വാസം മനസ്സിൽ അടിയുറച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയായ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യനുണ്ടായിരിക്കും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നമ്മൾ എവിടെയാണ് എങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും അല്ലാഹു ഉണ്ട് എന്നുള്ളൊരു സുരക്ഷിതത്വം, ഒരു സമാധാനം വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിന് സദാസമയമുണ്ടായിരുന്നു. ഇങ്ങനെ ഈമാൻ മനസ്സിലുറച്ച് എൻ്റെ കൂടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ റബ്ബ് എനിക്ക് തുണയായിട്ട് ഉണ്ടാകുമെന്ന് ഒരു വിശ്വാസം, ഒരു ധൈര്യം നമ്മൾക്കുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ എന്തിന് മറ്റ് കാര്യങ്ങളെ ഭയപ്പെടണമെന്ന് പ്രിയമുള്ളവരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ഒരു വിശ്വാസിയായ മനുഷ്യന് കൃത്യമായിട്ട് തൗഹീദ് മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുത്തഖിയായ, ഒരു മുഅ്മിനായ, ഒരു മുസ്ലിമായ മനുഷ്യന് സദാസമയം അവന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ഉണ്ടായിരിക്കും. അത് ലഭിക്കുകയും ചെയ്യും, അത് ലഭിച്ചിട്ടുമുണ്ട്. ചരിത്രങ്ങളെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ പ്രവാചകന്മാർക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണങ്ങൾ ലഭിച്ചതായിട്ട് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂസുഫ് നബിയുടെ ചരിത്രം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ തൻ്റെ സഹോദരന്മാരെല്ലാവരും കൂടി ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയുണ്ടായി. അങ്ങനെ അതിലൂടെ പോയ ഒരു യാത്രാ സംഘം അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോയി. അവിടെ കുറേ കാലം അദ്ദേഹം ചെലവഴിച്ചതിന് ശേഷം നമുക്കറിയാം അദ്ദേഹം അവിടുത്തെ മന്ത്രിയായിട്ട്, ഒരു അമീറായിട്ട് മാറുകയുണ്ടായി. അങ്ങനെ മാറിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വളരെയധികം ദാരിദ്ര്യവും ഭക്ഷണത്തിന് ക്ഷാമവും
അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാവരും കൂടി ഈജിപ്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ആ ഒരു സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അടുത്ത തവണ വരുമ്പോൾ അല്ലേ, അദ്ദേഹത്തിന് മനസ്സിലായി ഈ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ സഹോദരങ്ങളാണ്. അങ്ങനെ നിങ്ങൾ അടുത്ത തവണ വരുമ്പോൾ നിങ്ങളുടെ സഹോദരനെയും കൂട്ടി നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അവിടെ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം സൂറത്ത് യൂസുഫിലൂടെ. ഖാല ഹൽ ആമനകും അലൈഹി ഇല്ലാ കമാ അമിൻതും അലാ അഖീഹി മിൻ ഖബ്ലി ഫല്ലാഹു ഖൈറുൻ ഹാഫിള. അവിടെ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഇതുപോലെ ആയിരുന്നില്ലേ, ഇതുപോലെ ഞങ്ങളുടെ യൂസുഫിനെയും സംരക്ഷിക്കാം എന്നൊരു ഉറപ്പ് നൽകിയിട്ടായിരുന്നില്ലേ നിങ്ങൾ യൂസുഫിനെയും ഇതുപോലെ നിങ്ങൾ കൊണ്ടുപോയത്? ഇതുപോലെയാണോ നിങ്ങൾ ബിന്യാമിനെയും കൊണ്ടുപോകുന്നത്? അല്ലാഹു ഖൈറുൻ ഹാഫിള, അല്ലാഹു എല്ലാവരെയും സംരക്ഷിക്കുന്നതിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹു ആണ് എന്നവിടെ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. അവിടെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സംരക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ശുഐബ് നബി താമസിക്കുന്ന മദീനയിലേക്ക് പോയി തിരിച്ച് അദ്ദേഹം വരുന്ന സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനോട് ഫിർഔനിന്റെ അടുത്തേക്ക് പോകുവാൻ വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി. അവിടെ അദ്ദേഹത്തിന് ഒരു ധൈര്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂൻ നബിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നുണ്ട്. എന്നാലും അവർക്കൊരു പേടിയുണ്ട്, ഫിർഔനാണ്, ഫറോവയാണ്, അവരുടെ മനസ്സിലൊരു ഭയമുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം, ഒരു സംരക്ഷണമുണ്ട്. അല്ലാഹു പറയുന്നുണ്ട്, ഖാല ലാ തഖാഫാ, മൂസാ നബിയോടും ഹാറൂൻ നബിയോടുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ തഖാഫാ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. ഹാറൂനെ, മൂസ, നിങ്ങൾ പോവുക, ഫിർഔനിന്റെ അടുത്തേക്ക് പോയി നിങ്ങൾ തൗഹീദ് പ്രഖ്യാപിക്കുക, ഏകനായ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ ഫിർഔനിന്റെ മുഖത്ത് നോക്കി പറയുക. ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അസ്മഉ വ അറാ, എല്ലാം കാണുന്നവനായിട്ടും എല്ലാം കേൾക്കുന്നവനായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സംരക്ഷണം അവർക്ക് ഉറപ്പുവരുത്തുകയാണ്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഫിർഔനിന്റെയും ചെങ്കടലിന്റെയും മുന്നിൽ പെട്ടുകിടക്കുന്നൊരു സാഹചര്യം അല്ലേ. ഒരു തരത്തിലും അവർക്ക് പിന്നോട്ടോ മുന്നോട്ടോ പോകുവാൻ സാധിക്കില്ല. രക്ഷപ്പെടുവാൻ വേണ്ടി ഓടി പുറപ്പെട്ടപ്പോൾ ഇങ്ങനെയൊരു രീതി ആയിരിക്കുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായില്ല. അവിടെ മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ബനൂ ഇസ്രായേലിയർ മൂസാ നബിയോട് പറയുന്നുണ്ട്, ഫലമ്മാ തറൽ ജംആൻ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. മൂസാ, നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ്, മുന്നിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ മുന്നിൽ ആർത്തിരമ്പുന്ന ചെങ്കടലാണ്. പിന്നിലേക്ക് പോയി ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അവിടെ ഫറോവയുടെ പട്ടാളങ്ങൾ അവരെ പിടിക്കുവാൻ വേണ്ടി വരികയാണ്. അവിടെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സംരക്ഷണത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ സംരക്ഷിക്കാൻ എൻ്റെ റബ്ബുണ്ട് എന്ന് ഒരു വിശ്വാസം, ഒരു സമാധാനം, ഒരു ധൈര്യം അവിടെ മൂസാ നബിക്കുണ്ടായിരുന്നു. അവിടെ മൂസാ നബി എന്താ പറഞ്ഞത്? ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഇല്ല, ഒരിക്കലുമില്ല, നമ്മൾ പിടിക്കപ്പെട്ടിട്ടില്ല. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എല്ലാം കാണുന്നവനായി, എല്ലാം കേൾക്കുന്നവനായി, എല്ലാം അറിയുന്നവനായി എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിലുണ്ടായിരുന്നു.
പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം കഴിഞ്ഞുപോയ ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് ആ ഒരു സംരക്ഷണവും ആ ഒരു സുരക്ഷിതത്വവും നമ്മളുടെ ജീവിതത്തിലും നമുക്ക് ലഭിക്കാം. അതിനുവേണ്ടി നമ്മൾ എങ്ങനെ പരിശ്രമിക്കണം? പ്രിയമുള്ളവരെ, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വവും അള്ളാഹുവിൻ്റെ സമാധാനവും എങ്ങനെ നമുക്ക് ലഭിക്കണം? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കലർപ്പില്ലാത്ത തൗഹീദുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. ജീവിതത്തിൽ ശിർക്കിൻ്റെ ഒരു അംശം പോലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളൊരു മനസ്സിൻ്റെ ഉടമകളായിരിക്കണം പ്രിയമുള്ളവരെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു ചെറിയ കുട്ടിയോട്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടി പ്രവാചകൻ യാത്ര പോകുന്നുണ്ട്. ആ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ ഒട്ടകപ്പുറത്തിലെത്തി. അങ്ങനെ യാത്രാവേളയിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. പൊന്നുമോനെ, ആരെയാണ് വിളിക്കുന്നത്? നോക്കുക, ചെറിയ യുവത്വത്തിലേക്ക് കടക്കുന്ന, കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന ഒരു കൊച്ചു പയ്യനോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക ബികലിമാത്ത്. നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക. നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്. നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ അവന്റെ സഹായം നിനക്ക് ലഭിക്കുന്നതായിട്ട് നിനക്ക് കാണാം. നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിന്റെ കണ്ണനാളിയേക്കാൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ മോനെ, പൊന്നുമോനെ, നീ എന്ത് ചോദിക്കുന്നുവോ ഫസ്അലില്ലാ, നീ അല്ലാഹുവിനോട് ചോദിക്കുക. എന്ത് സഹായം നീ അഭ്യർത്ഥിക്കുന്നുവോ, നീ ആവശ്യപ്പെടുന്നുവോ, ഫസ്തഇൻ ബില്ലാഹ്, ആ സഹായം നീ അല്ലാഹുവിനോട് ആവശ്യപ്പെടുക. എന്നിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ലോകത്തുള്ള ആളുകളെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹു നിനക്കെന്തെങ്കിലും ഒരു ഉപകാരം അള്ളാഹ് നിനക്കുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂടി ആ ഉപകാരത്തെ തകർക്കാൻ ശ്രമിച്ചാൽ അവർക്കതിന് സാധിക്കില്ല. അത് അള്ളാഹുവിൻ്റെ ഏടുകളിൽ, അള്ളാഹുവിൻ്റെ ലൗഹിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അള്ളാഹ് നിനക്കെന്തെങ്കിലും ഒരു അപകടം, ഒരു പ്രയാസം നിനക്ക് വരുത്താൻ അള്ളാഹ് ഉദ്ദേശിച്ചതെങ്കിൽ ആ ഒരു പ്രയാസത്തിൽ നിന്ന്, ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന്, ദുർറിൽ നിന്ന് നിന്നെ കരകയറ്റാൻ, നിന്നെ സംരക്ഷിക്കാൻ ലോകത്തുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയാലും അവർക്ക് സാധിക്കില്ല. കാരണം ഇക്കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. റുഫിഅത്തിൽ അഖ്ലാം, പേനകൾ ഉയർത്തപ്പെട്ടു. വജുഫത്തിസ് സുഹുഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇങ്ങനെ കലർപ്പില്ലാത്ത തൗഹീദിന്റെ ആളുകളായി നമ്മൾ മാറുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കുറപ്പിക്കാം, നമുക്ക് അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടിയായിട്ട് അള്ളാഹുവിൻ്റെ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉറപ്പ് നൽകുകയാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മൾ സർവ്വതും പരമേൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ സമ്പൂർണ്ണമായി ഭരമേൽപ്പിക്കുക എന്നത്, തവക്കുൽ ചെയ്യുക എന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തവക്കുല് മാഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? എന്ത് പ്രയാസം വരുമ്പോഴും, എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ നമ്മൾ അകപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിച്ചു നോക്കുക,
എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എന്നെ കൈവിടില്ല എന്നൊരു ഉറപ്പ്, ഒരു തവക്കുല് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ നടത്തുന്ന വേളയിൽ ഒളിക്കുവാൻ വേണ്ടി സൗർ ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം 2-3 ദിവസം ആ സൗർ എന്ന ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചിരുന്നു. പ്രവാചകന്റെ തലയ്ക്ക് 100 ഒട്ടകങ്ങളെയാണ് അവിടെ സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. നാനാ ഭാഗങ്ങളിലേക്ക് മുശ്രിക്കുകൾ ചിന്നിച്ചിതറിയോടി പ്രവാചകന്റെ തലയെടുക്കുവാൻ വേണ്ടി. അങ്ങനെ സൗർ ഗുഹയുടെ അടുത്തേക്കും അവരെത്തുകയുണ്ടായി. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ഒരു ഉറപ്പുണ്ട്, ഒരു സംരക്ഷണമുണ്ട്. സൗർ ഗുഹ ഒന്നടിയിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കറിനെയും അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പരാതിപ്പെടുന്നുണ്ട്. പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ അന്ന അഹദൻ നബ്ബറ തഹ്ത ഖദമൈഹി ലഅബ്സർനാ. പ്രവാചകരെ, അവരെങ്ങാനും അവരുടെ ദൃഷ്ടി ഒന്ന് താഴേക്ക് ചായ്ച്ചാൽ, ഒന്നവർ താഴേക്ക് നോക്കിയാൽ അവർ നമ്മുടെ പാദങ്ങൾ കാണും പ്രവാചകരെ. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്നൊരു ധൈര്യമുണ്ട്. മാ വന്നുക യാ അബൂബക്കർ, അബൂബക്കറെ, നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? മാ വന്നുക യാ അബൂബക്കർ ബിസ്നൈൻ, നമ്മൾ 2 പേരാണ് എന്നാണോ അബൂബക്കറെ നീ വിചാരിച്ചിരിക്കുന്നത്? വല്ലാഹു സാലിസഹുമാ, മൂന്നാമനായിട്ട് നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് അവിടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരു സംരക്ഷണമായി, ഒരു സുരക്ഷിതത്വമായി, ഒരു സമാധാനമായി. ആ വാക്കുകൾ കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ധൈര്യം വരികയാണ്. അള്ളാഹുവിന്റെ സംരക്ഷണം എനിക്ക് ലഭിക്കും. അവിടെ അവർ തവക്കുൽ ചെയ്യുകയാണ്. അങ്ങനെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും, ഏത് പ്രശ്നങ്ങളിൽ നമ്മൾ അകപ്പെട്ടാലും എന്നെ സംരക്ഷിക്കാൻ അള്ളാഹുവിന്റെ ആ ഒരു തവക്കുൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ ബലമേൽപ്പിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിയുന്ന പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണവും അവൻ്റെ എല്ലാ തരത്തിലുമുള്ള ഒരു ധൈര്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് ലഭിക്കണമെന്നുള്ള കാര്യമായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൽ നമ്മൾ തവക്കുൽ ചെയ്യുന്ന വേളയിൽ വേറൊരു ശക്തിയെയും വേറൊരു സൃഷ്ടിയെയും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം തന്നെ നമുക്ക് അതിനൊരു പാഠമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ തീയിലേക്ക് എറിയപ്പെടുന്ന ആ ഒരു വേളയിൽ പോലും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കടന്നു വന്ന് എന്തെങ്കിലും സഹായം വേണോ, ഇതിൽ നിന്ന് ഞാൻ സംരക്ഷിക്കണമോ എന്നൊരു ചോദ്യം ഇബ്രാഹിം നബിയോട് ചോദിക്കുകയുണ്ടായി. അവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിനുള്ള ഒരു തവക്കുൽ നഷ്ടപ്പെടാതെ ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്ക് ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ. എനിക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കുവാൻ അല്ലാഹുവല്ലാതെ ആരുമില്ല എന്ന് ഒരു വിശ്വാസത്തിന്റെ, ഒരു ധൈര്യത്തിന്റെ ഒരു വാക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം സദാസമയം ഉണ്ടായിരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ഖുശൂവോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ കൂടെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടായിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉറപ്പ് നമ്മൾക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു ഉറപ്പായിരിക്കണം നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ആ ഒരു ഖുശൂവും ആ ഒരു ഭയഭക്തിയും ആ ഒരു തഖ്വയും നമ്മുടെ മനസ്സിൽ സദാസമയം ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ടി.കെ. ഉമർ കോയ എന്ന വ്യക്തി, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രാപ്തിയും അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അത്യുന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.